നമസ്കാരം. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ മരണസംഖ്യ ഉയരുന്നു. 8 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. മാത്രമല്ല, പ്രദേശത്ത് ഡ്രോൺ പരിശോധന തുടരുകയാണ്. കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇത്. മാത്രമല്ല, ആരെങ്കിലും ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ് ഇവിടെ നടക്കുന്നത്. ഏതാണ്ട് 2.5 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന വലിയ പറമ്പിൽ നിർമ്മിച്ച താൽക്കാലിക ഷെഡുകളിലായിരുന്നു പടക്ക നിർമ്മാണശാല, തൃശൂർ പൂരത്തിനായുള്ള സാമ്പിൾ പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കൂടുതൽ ഡോക്ടർമാർ, അതായത് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചുപോയ ഡോക്ടർമാരെയും അതുപോലെ തന്നെ അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന ഡോക്ടർമാരെയും ഒക്കെ തന്നെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് എന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുന്നു. കൂടാതെ തന്നെ സമീപത്തെ സർക്കാർ ആശുപത്രികളിൽ നിന്നൊക്കെ തന്നെ ഡോക്ടർമാരുടെ സംഘങ്ങൾ എത്തുന്നു. അതുപോലെ തന്നെ മറ്റാരെയും ആശുപത്രിയിലേക്ക് കടത്തിവിടുന്നില്ല. കാരണം പൊള്ളൽ ഏറ്റവർക്ക് അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കൂടുതൽ കർക്കശമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് തൃശൂർ മെഡിക്കൽ കോളേജിലടക്കം ചികിത്സകൾ ഇപ്പോൾ തുടരുന്നത്. പലരുടെയും നില അതീവ ഗുരുതരമാണ് എന്നുള്ള കാര്യവും ആശുപത്രി സൂപ്രണ്ട് അറിയിക്കുന്നുണ്ട്. അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. അവിടെ ആശുപത്രിയിൽ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ വകുപ്പിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിനും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കും പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആശുപത്രി സൂപ്രണ്ടിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് മുഖ്യമന്ത്രി കാര്യങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. നേരത്തെ ഈ വിഷയത്തിൽ മന്ത്രി വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഈ വിഷയത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ നിന്ന് കത്തി, അതുപോലെ തന്നെ വീടിൻ്റെ ജനാലകളും ചില്ലുകളുമൊക്കെ തകർന്നു പോയി എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. അത്രയ്ക്ക് ഉഗ്ര സ്ഫോടനമാണ് പ്രദേശത്ത് ഉണ്ടായത് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ. ഇപ്പോൾ മരണസംഖ്യ 8 ആയിരിക്കുന്നു. മരണസംഖ്യ ദൗർഭാഗ്യവശാൽ ഉയരുകയാണ്. അത് ഉയരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പക്ഷേ ഈ പൊള്ളലേറ്റുള്ള മരണം അത് അതീവ ഗുരുതരവുമാണ്, അതീവ വേദനാജനകവുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർ മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റും എത്തേണ്ടതുണ്ട്. കൂടുതൽ ചികിത്സാ സൗകര്യങ്ങളും കൂടുതൽ ചികിത്സാ സംവിധാനങ്ങളും ഒരുക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. അതീവ ദുഃഖകരമായ ഒരു സംഭവമാണ് തൃശ്ശൂരിൽ ഇന്ന് വൈകിട്ട് ഏതാണ്ട് 4 മണിയോടുകൂടി ഉണ്ടായത്. പടക്ക നിർമ്മാണശാലയ്ക്ക്, തിരുവമ്പാടി ഗ്രൂപ്പിൻ്റെ സാമ്പിൾ പടക്ക നിർമ്മാണശാലയ്ക്ക് ആണ് തീപിടിച്ചത്. സ്ത്രീകളടക്കമുള്ള നിരവധി തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രദേശത്തൊക്കെ തന്നെ വലിയ തോതിൽ അഗ്നിബാധയുണ്ടായി. അതൊക്കെ തന്നെ ഒരുവിധം നിയന്ത്രിച്ചു. സ്ഫോടനങ്ങൾ താൽക്കാലികമായി നിലച്ചു എന്നാണ് മനസ്സിലാകുന്നത്. പ്രദേശത്തേക്ക് അഗ്നിശമന സേനാംഗങ്ങൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി യൂണിറ്റ് അഗ്നിശമന സേനകൾ ഇപ്പോൾ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. അവർ തീയണയ്ക്കാനും മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ 8 ആയിരിക്കുന്നു. ഏതാണ്ട് 16-ലധികം പേരെ രക്ഷിച്ചു, അതിസാഹസികമായി രക്ഷിച്ചു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഏതാണ്ട് 20-ലധികം പേർ ഇപ്പോൾ ചികിത്സയിലാണ് എന്നുമുണ്ട്. അതിൽ എണ്ണത്തിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. കാരണം കൃത്യമായി എത്ര പേരുണ്ടായിരുന്നു? 40 പേർ ഈ ഒരു ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് എത്ര പേരുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ എത്ര പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വാർത്തകളും വാർത്താ അപ്ഡേറ്റുകളും കർമ്മ ന്യൂസ് പ്രേക്ഷകർക്ക് മുന്നിൽ അതിൻ്റെ കിട്ടുന്ന ലഭ്യതയനുസരിച്ച് അവിടുത്തെ ആ ഒരു ദുരന്തഭൂമിയിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.